അടുത്ത സീസണിലെ റയൽ മാഡിന്റെ പരിശീലകൻ ആരായിരിക്കും? റയലിന്റെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്ലോറന്റീനോ പെരസിന് ഒരാളെ താല്പര്യമുണ്ട്. റയലിന്റെ പരിശീലകനാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അത് ആരാണ്? ഒപ്പം ജെർഗൻ ക്ലോപ്പ് റയലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമോ? അതിനെക്കുറിച്ചുള്ള നിലവിലെ അപ്ഡേറ്റ് എന്താണ്? പിന്നെ നമ്മുടെ നിലവിലെ റയൽ മാഡിന്റെ പരിശീലകനായിട്ടുള്ള ആർബലോയെ കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം റയൽ മാഡ് ഫാൻസിലേക്ക് ഒരു വീഡിയോ എത്തിക്കുക. ഒപ്പം നമ്മൾ കുറേയേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ റയലിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ആർബലോവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു വർഷമായിരുന്നു ആർബലോവയെ പരിശീലകനാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം അദ്ദേഹം വരുന്ന ആ ഒരു സമയത്ത് ജെർഗൻ ക്ലോപ്പിന്റെ പേര് വലിയ രീതിയിൽ കേട്ടിരുന്നു. പക്ഷേ ആർബലോവയെ ആയിരുന്നു അവർ ഒരു ഇന്ററിംഗ് കോച്ച് എന്ന രീതിയിൽ കൊണ്ടുവന്നിരുന്നത്. 12 മത്സരങ്ങൾ ആർബലോവയുടെ കീഴിൽ ഇതുവരെ കളിച്ചു. അതിൽ 8 മത്സരങ്ങൾ ജയിച്ചു, 4 മത്സരങ്ങൾ തോറ്റു. ഇതാണ് ആർബലോവയുടെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. വളരെ മോശം സ്റ്റാറ്റ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടീമുകൾക്കെതിരെ ഒന്നും കളിച്ചിട്ടില്ല. ആ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ വമ്പൻ ടീമുകൾക്കെതിരെ ഒന്നും വലിയ രീതിയിലുള്ള മാച്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മാച്ചസ് വന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളല്ലോ. പക്ഷെ തോറ്റിട്ടുള്ളത് ചെറിയ ടീമുകൾക്കെതിരെയാണ്. നിലവിൽ ലീഗിൽ 4 പോയിന്റ് ഡൗൺ ചെയ്ത് ബാഴ്സയ്ക്കെതിരെ, ബാഴ്സ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് റയലാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അവർ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. പ്ലേ ഓഫ് കളിച്ചിട്ടാണ് അവർ പ്രീ ക്വാർട്ടറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ടാക്ടിക്സ് ഇല്ല, ഒരു ടാക്ടിക്സും ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. നല്ല ടാക്ടിക്കൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ് ബെൻഫിക്കയുടെ കോച്ചായിട്ടുള്ള മൗറീഞ്ഞോ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ആദ്യത്തെ മത്സരത്തിൽ പറ്റിയത് അറിയാലോ, 2-4 എന്നൊരു തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതോടെയാണ് അവർ ആ ഒരു പ്ലേ ഓഫിലേക്ക് പോയത്. പിന്നീട് 2 മത്സരവും ജയിച്ചു. അതിലൊരു മത്സരത്തിൽ മൗറീഞ്ഞോ ഇല്ലായിരുന്നു. ഒരു മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചു. പക്ഷേ ആ ഒരു സ്വന്തം ഗ്രൗണ്ടിൽ ബെർണബ്യൂവിൽ കളിച്ചിട്ടുള്ള ആ ഒരു മാച്ച് അതത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാച്ച് അല്ലായിരുന്നു. 1-2 ജയിച്ചെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ടാക്ടിക്സ് ഇല്ലാത്തൊരു കോച്ചാണ് ആർബലോവ എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇനി മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 2 മത്സരങ്ങൾ വരുന്നുണ്ട്. അതുകൂടി കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ആർബലോവയെ പുറത്താക്കണോ വേണ്ടയോ എന്നത് റയൽ മാനേജ്മെന്റ് തീരുമാനിക്കുക എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ റയൽ ആർബലോവയെ പുറത്താക്കി കഴിഞ്ഞാൽ റയലിന്റെ കോച്ചായിട്ട് വരാൻ സാധ്യതയുള്ളത് ആരാണ്? പലരും ജെർഗൻ ക്ലോപ്പിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെർഗൻ ക്ലോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇപ്പോൾ ഒരു കോച്ചായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലിവർപൂളിന്റെ കോച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് റെഡ് ബുള്ളിലാണ്. റെഡ് ബുള്ളിന്റെ ഗ്ലോബൽ ഹെഡ് ഓഫ് സോക്കർ എന്ന ആ ഒരു പദവിയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ബുൾ എന്ന ആ ഒരു കമ്പനിക്ക് കുറേ ഫുട്ബോൾ ടീമുണ്ട്. RB ലീപ്സിഗ്, റെഡ് ബുൾ സാൽസ്ബർഗ്, ഇങ്ങനെ കുറേ ടീമുകളുണ്ട് ഗ്ലോബലി. അപ്പോൾ ആ ടീമുകളുടെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഹെഡ് എന്ന രീതിയിലാണ് ആ ഒരു പോസ്റ്റ്. ഇതിൽ അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ത്രില്ലില്ല ഈ ഒരു ജോലിയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അറിയാലോ, കോച്ചിങ് എന്ന് പറയുന്നത് തന്നെ വളരെ ത്രില്ലായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലി വിട്ടിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ വലിയ പണിയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക, ഒരു ഹെഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. അതിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം വീണ്ടും കോച്ചായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കോച്ചായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ലിവർപൂളാണ്, രണ്ടാമത്തെ റയൽ മാഡ്രിഡ് ആണ്. ലിവർപൂളിനെ സംബന്ധിച്ച് ലിവർപൂളിലേക്ക് അദ്ദേഹം പോകത്തില്ല, തിരിച്ച് ലിവർപൂളിലേക്ക് പോകത്തില്ല എന്നാണ് ഇപ്പോൾ ശക്തമായിട്ട് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം ആ ലിവർപൂളിൻ്റെ ആ ഒരു കരിയർ അവിടെ അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും ലിവർപൂളിലേക്ക് പോകത്തില്ല എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ആണ്. അദ്ദേഹം കോച്ചായിട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ റയലിലേക്ക് വരും എന്ന രീതിയിലാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നതാണ് ഈ ഒരു വാർത്തകൾ വന്ന തുടക്കത്തെ സമയത്ത്. ആ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കോച്ചാകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ട രീതിയിലാണ് വന്നിട്ടുള്ളത്. റയൽ മാഡ്രിഡിന്റെ കോച്ചാകുക എന്ന് പറയുന്നത് ഭയങ്കര ഹെവി പ്രഷറുള്ള ഒരു ജോലിയാണെന്ന് ജെർഗൻ ക്ലോപ്പ് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിലേക്ക് വരുമോ എന്നത് കണ്ടറിയണം. അപ്പോൾ അതാണ് ജെർഗൻ ക്ലോപ്പിന്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിന്റെ നിലവിലെ ആ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്ലോറന്റീനോ പെരസിന് താല്പര്യമുള്ള കോച്ച് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഇറ്റാലിയൻ ലീഗിലെ ജയന്റ് ക്ലബായിട്ടുള്ള AC മിലാന്റെ പരിശീലകനാണ് മാസിമിലിയാനോ അലഗ്രി. അതാണ് അദ്ദേഹത്തിന്റെ പേര്. മാസിമിലിയാനോ അലഗ്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം AC മിലാൻ, ജുവന്റസ്, പിന്നെ AC മിലാൻ, അങ്ങനെ ആ ഒരു ഇറ്റാലിയൻ സൈഡിലുള്ള
ഒരു ഒരു ബിഗ് കോച്ചാണ്. ഇറ്റാലിയൻ സൈഡിൽ മാത്രമാണ് അദ്ദേഹം കോച്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റലിക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അദ്ദേഹം കൂടുതൽ പോയിട്ടില്ല. അത് ഇറ്റലിയിലുള്ള ക്ലബ്ബുകളെ മാത്രമാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് മാക്സിമിലിയാനോ അലഗ്രിയുടെ ആ ഒരു സിസ്റ്റം റയലുമായിട്ട് സൂട്ടാവൂടെ? ജെർഗൻ ക്ലോപ്പ് റയലിന് സൂട്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ടാക്ടിക്കൽ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരണമെങ്കിൽ മിനിമം ഒരു ഫുൾ സീസണെങ്കിലും വേണ്ടി വരും. ഒരു ഫുൾ സീസൺ ഒന്നും റയൽ വെയിറ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ സാബിക്ക് ഒരു ഫുൾ സീസൺ കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഫുൾ സീസൺ വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. സാബിയുടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, സാബിയുടെ ആ ഒരു കണക്കുകൾ എന്ന് പറയുന്നത്, അവസാന 6 കോച്ചസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, റയലിൻ്റെ അവസാനത്തെ 6 കോച്ചസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത് സാബിക്കായിരുന്നു. പക്ഷേ സാബി അവർ നിലനിർത്തിയില്ല, പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടാക്ടിക്കൽ കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സമയപരിധി റയൽ മാനേജ്മെൻറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ടാക്ടിക്കൽ കോച്ചൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ്. റയലിന് സൂട്ടാകുന്ന ഒരു ടാക്ടിക്കൽ കോച്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹം കളിപ്പിക്കുന്ന ഫോർമേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫോർമേഷൻ 4-3-1-2 എന്ന ഫോർമേഷനാണ്. ഈ ഫോർമേഷനിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വരും. നല്ല 2 മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് റയലിനുണ്ട്, ജൂഡ് ബെല്ലിംഗ്ഹാം അതുപോലെ ആർതർ ഗുഡ്. അതുകൊണ്ട് തന്നെ ഈ ഫോർമേഷൻ നല്ല രീതിയിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഫ്രണ്ടിൽ 2 പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വിനീഷ്യസിന് എംബാപ്പേനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നല്ല രീതിയിൽ വർക്കാവും. അത് മാത്രമല്ല അദ്ദേഹം 5 ഡിഫൻസ്, അതായത് 5 ഡിഫൻസ് വെച്ചിട്ട് 5-3-2 എന്നൊരു ഫോർമേഷനും അദ്ദേഹം കളിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമേഷനും റയലിന് സൂട്ടാകുന്ന ടൈപ്പ് ഒരു ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു കോച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ഡിഫെൻസീവ് കോച്ചാണ്. ലോ ബ്ലോക്ക്, മിഡ് ബ്ലോക്ക്, അതായത് 4-4-2, അതുപോലെ തന്നെ മിഡ് ബ്ലോക്കിൽ ആ ഒരു 5 ഡിഫൻസ് ഇട്ടുള്ള, ലോ ബ്ലോക്കിൽ ആ 5 ഡിഫൻസ് ഇട്ടുള്ള ഗെയിം, മിഡ് ബ്ലോക്കിൽ ആ ഒരു 4-4-2 എന്ന ഫോർമേഷൻ, ഇങ്ങനത്തെ ആ ഒരു മൊത്തത്തിൽ ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു കോച്ചാണ്. അപ്പോൾ റയലിനെ സംബന്ധിച്ച് ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഈ ഒരു കോച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റയൽ പരിഹരിക്കേണ്ടി വരും. നിങ്ങൾ മിഡ്ഫീൽഡ് തന്നെ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡിഫൻസിലേക്ക് ഈ കോച്ച് വരികയാണെങ്കിൽ ഡിഫൻസിലേക്ക് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്ലേയേഴ്സിനെ, മിനിമം ഒരു 3 പ്ലേയേഴ്സിനെങ്കിലും കൊണ്ടുവരേണ്ടി വരും. നിലവിലെ ഡിഫൻഡേഴ്സിനെയൊക്കെ പറഞ്ഞു വിടേണ്ടി വരും. കാരണം ഇദ്ദേഹം ഒരു ഡിഫൻസീവ് കോച്ചാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു റയലിന് സൂട്ടാകുന്ന, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൂട്ടാകുന്ന ഗെയിം സ്റ്റൈൽ ഡിഫൻസീവ് ഗെയിം സ്റ്റൈൽ ആണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിന് 2 സ്പീഡി ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് പിടിച്ച് കളിക്കാം. ഡിഫൻസ് വിൻ ടൈറ്റിൽസ് എന്നാണല്ലോ, അത് അറ്റാക്ക് വിൻ മാച്ചസും ഡിഫൻസ് വിൻ ടൈറ്റിൽസ് എന്നാണ്. അപ്പോൾ ഡിഫൻസ് പിടിച്ച് കളിക്കുക, പെട്ടെന്ന് ഉള്ള ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക. കാരണം 2 നല്ല ഫോർവേഡ്സ് ഉണ്ട്. അപ്പോൾ അത് റയലിന് നല്ല രീതിയിൽ സൂട്ടാകുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം റയലിൻ്റെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്ലോറന്റീനോ പെരസിന് താരത്തിൽ താല്പര്യം തോന്നാൻ, അതായത് മാസിമിലിയാനോ അലഗ്രി എന്ന ഈ ഒരു കോച്ചിൽ താല്പര്യം തോന്നാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താരത്തിൽ ആ ഒരു കോച്ചിൻ്റെ കോൺട്രാക്റ്റ്, ജുവൻറ്റസ് AC മിലാനുമായിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വരുന്ന സമ്മർ വരെ ഉള്ളൂ. അതായത് 2027 സമ്മർ വരെയാണ്. അതായത് ഇപ്പോൾ 2026 സമ്മറിലാണ് കോച്ചിന് ആവശ്യമുള്ളത്. പക്ഷേ 2027 സമ്മർ വരെ AC മിലാനുമായിട്ട് ഈ ഒരു മാക്സിമിലിയാനോ അലഗ്രിക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുള്ളത്. അതായത് യൂറോപ്പിലെ മറ്റ് ലീഗുകളിൽ കോച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഇതൊരു നെഗറ്റീവ് ആണ്. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ ഇറ്റലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. AC മിലാനൊപ്പം AC മിലാൻ്റെ സിസ്റ്റത്തിൽ AC മിലാൻ്റെ ആ ഒരു പദ്ധതികളിലൊക്കെ ആ ഒരു കോച്ച് തൃപ്തനാണ് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ട കോച്ച് എന്ന് പറയുന്നത് ടാക്ടിക്കൽ ആയിട്ടുള്ളൊരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കോച്ചായിരിക്കണം. ഒപ്പം വലിയ സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്തിട്ടുള്ളൊരു കോച്ചായിരിക്കണം. സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്തിട്ടുള്ള പരിചയ സമ്പത്ത് ഈ ഒരു കോച്ചിനുണ്ട്, അതിലൊരു സംശയമില്ല. അദ്ദേഹം ജുവൻറ്റസിലായിരുന്ന സമയത്തും അതുപോലെ തന്നെ AC മിലാനായിരുന്ന സമയത്തും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. 23 വർഷത്തെ കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലും ഓക്കെയാണ്. റയലിൻ്റെ സിസ്റ്റം, ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം റയലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഡിഫൻസ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. ലോ ബ്ലോക്ക്, മിഡ് ബ്ലോക്ക്, കാരണം ഡിഫൻസ് ചെയ്താൽ മാത്രം മതി. 2 ഫോർവേഡിനെ മാത്രം ഫ്രണ്ടിലേക്ക് അങ്ങ് വിടും. ബാക്കി പ്ലേയേഴ്സൊക്കെ ഡിഫൻസീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ റയലിനെ സംബന്ധിച്ച് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവിടെ അനേകം പ്ലേയേഴ്സ് ഉണ്ട്. അതായത് വാൽവർദെ മികച്ചൊരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് മിഡ്ഫീൽഡിൽ നൽകാൻ പറ്റും. ഒപ്പം ചോമനി
കമവിങ്ക, ഇങ്ങനത്തെ മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻസീവ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിഫൻസിലേക്ക് ഒരു 4-5 താരങ്ങളെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഈ ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്രത്തോളം ഇത് പോസിബിൾ ആണ് എന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം നിങ്ങളുടെ ഉത്തരം എന്താണ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസിമിലിയാനോ അലഗ്രി എന്ന ഈ ഒരു ഇറ്റാലിയൻ പരിശീലകനെ കൊണ്ടുവരണോ? ഇറ്റലിയിൽ ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന എസി മിലാൻ്റെ പരിശീലകനെ കൊണ്ടുവരണോ, അതോ ജെർഗൻ ക്ലോപ്പിനെ കൊണ്ടുവരണോ? എൻ്റെ അഭിപ്രായം ജെർഗൻ ക്ലോപ്പിനെക്കാട്ടിലും ഈ ഒരു കോച്ചിലോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ്. ഫ്ലോറന്റീനോ പെരസിനും ഈ ഒരു കോച്ചിലാണ് താല്പര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.